ഹായ്. നമ്മുടെ CA ഫൗണ്ടേഷൻ അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകളൊക്കെ ഇന്ന് വൈകിട്ട്, അതായത് നമ്മുടെ ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ നാളെ ഫെബ്രുവരി 8-ാം തീയതി തിങ്കളാഴ്ചയോ രാവിലെ ആയിട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ ഫൗണ്ടേഷൻ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തവണ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ക്വാളിഫൈഡ് ആവാത്ത ആളുകൾ തീർച്ചയായിട്ടും മെയിൽ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യണം. അത് ഒരിക്കലും നമ്മൾ ഒരു തവണ ഫെയിലായി പോയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു തവണ ക്വാളിഫൈഡ് ആവാത്തതുകൊണ്ട് മാത്രം ഈ ഒരു കോഴ്സ് നമ്മൾ അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കരുത്. ഉറപ്പായിട്ടും നമുക്ക് മെയിൽ വരുന്ന അറ്റംപ്റ്റ് കൂടി നമ്മൾ എഴുതണം. അപ്പോൾ ഇതിലിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളോടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം പലപ്പോഴും ഈ നമ്മുടെ CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം അതിൻ്റെ ചില ആഘോഷങ്ങളിലേക്കൊക്കെ നമ്മൾ പോവും. അങ്ങനെ പോയി കഴിഞ്ഞ് പലരും എന്ത് ചെയ്യാറില്ല, ഇൻ്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. പലപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ തന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. എന്നാൽ സെൽഫ് സ്റ്റഡി നടത്തുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ശ്രദ്ധിക്കാത്ത കുട്ടികളൊക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, നമ്മളുടെ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് നവംബർ എക്സാമിനേഷനിലേക്ക് ഈ വരുന്ന നവംബർ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മാർച്ച് 1-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകൾ നിങ്ങളെല്ലാവരും നടത്തി വെക്കണം. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ജനുവരിയിൽ ഫൗണ്ടേഷൻ എക്സാം എഴുതിയ കുട്ടികൾ ഇപ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് വരും. ഞാനത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ജനുവരിയിൽ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ ചെറിയൊരു കൺഫ്യൂഷനിലേക്ക് വരും. അല്ല സാറേ, അപ്പോൾ ഞങ്ങൾക്ക് നവംബർ എക്സാം എഴുതാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ റിസൾട്ട് മാർച്ച് 1-ാം തീയതിക്ക് മുൻപ് വരുമോ? അപ്പോൾ അതെന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർച്ച് 1-ന് മുൻപ് നിങ്ങളുടെ റിസൾട്ട് വരികയോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരു 5-10 ദിവസം കൂടി ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ നീട്ടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനുവരിയിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് നവംബറിൽ ഇൻ്റർമീഡിയറ്റ് എഴുതാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അവർ അങ്ങനെ ഒരു പക്ഷപാതം കാണിക്കില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്ന, അതായത് ജനുവരിയിൽ എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് വരികയും അവർക്കും കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് തരുമായിരിക്കും. പക്ഷെ എന്തായാലും അത് ഭയങ്കര ഹറിബറി ആയിരിക്കും. 5 ദിവസം 6 ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. കാരണം അതിനു വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മളുടെ കയ്യിലുണ്ടാവണം. കാരണം പലരും ചിലപ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എമൗണ്ടുകൾ, അങ്ങനെ വലിയൊരു ഭീകര എമൗണ്ട് ഒന്നുമല്ല. എന്തായാലും ഒരു 18,000 റുപ്പീസാണ് രജിസ്ട്രേഷന് വരിക. നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് സ്ഥാപനത്തിലെ ഫീസും കൂടി നിങ്ങൾ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ പേ ചെയ്യേണ്ടി വരാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അതായത് ICIയിലേക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരിക 18,000 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കടം അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെയൊക്കെ പോകുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു എമൗണ്ട് കേൾക്കുമ്പോൾ, എസ്പെഷ്യലി കോവിഡ് സിറ്റുവേഷനൊക്കെയാണ്, പലരുടെയും പാരൻസിനൊക്കെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചാൽ മതി. പക്ഷേ ഇത് മാനസികമായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറായിട്ടിരിക്കുക. നിങ്ങളുടെ പാരൻസിനോടും പറഞ്ഞു വയ്ക്കുക. 18,000 റുപ്പീസാണ് നമുക്ക് CAയുടെ ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ ബോത്ത് ഗ്രൂപ്പ് പ്ലസ് ആർട്ടിക്കിൾഷിപ്പിന് വരിക. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അതിൻ്റെ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഇതുവരെയുള്ള രീതി അനുസരിച്ച് അത്രയാണ് എമൗണ്ട് വരിക. പിന്നെ നമുക്ക് കോച്ചിങ് ഫീസ് എക്സ്ട്രാ ആയിരിക്കും വരിക. നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അതനുസരിച്ചുള്ള കോച്ചിങ് ഫീസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ അതും എത്രയാണെന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചുള്ളൊരു ഫിനാൻഷ്യൽ ഒരു ബാക്കപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. അത് നിർബന്ധമായിട്ടും നിങ്ങൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഓൾറെഡി ഫോട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മതി. അല്ലാത്ത ആൾക്കാരിപ്പോൾ സ്റ്റുഡിയോ എന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് മെയിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ മെയിൽ ചെയ്ത് തരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ സ്കാൻ ചെയ്യാം. എന്തുകൊണ്ടും സ്കാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ സ്റ്റുഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരും. റെഡ്യൂസ് ചെയ്തിട്ട് മെയിൽ ചെയ്ത് തരും. അതുണ്ടായിരിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു.
അതേപോലെ തന്നെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞു. പിന്നെ മൂന്നാമത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ 10th-ൻ്റെയും +2-ൻ്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 10th-ൻ്റെയും വേണം, +2-ൻ്റെയും വേണം, സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനലി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരും ഒറിജിനൽ ഇല്ല എന്ന് കരുതി ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടോ, ആ ഫോട്ടോസ്റ്റാറ്റിൽ നിങ്ങൾ പേര് എഴുതി സൈൻ ചെയ്യണം. പലരുടെയും കയ്യിൽ ഗസറ്റഡ് ഓഫീസർമാർ അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കും ഉണ്ടാവുക. അതല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ തന്നെ. അതായത് നിങ്ങൾ ഒറിജിനലും അപ്ലോഡ് ചെയ്യരുത്, ഒറിജിനലിൻ്റെ ഫോട്ടോസ്റ്റാറ്റിൽ നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്തിട്ട് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയല്ല, ഒറിജിനൽ തന്നെയല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, ഒറിജിനലിൻ്റെ കോപ്പിയിൽ നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും നിങ്ങൾ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി കോപ്പി ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എവിടെയാണോ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് അത് വാങ്ങി അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ഇതെല്ലാം ഓൺലൈനാണ് നമ്മുടെ പ്രൊസീജിയർ. ഞാൻ ജസ്റ്റ് ആ പ്രൊസീജിയർ ഒന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ വരുന്നത് ഓൺലൈനായിട്ടാണ്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SSP പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറണം. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അവർ നമുക്ക് അവരുടെ സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നതാണ് എന്താ, ഈ SSP പോർട്ടൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുക. അതായത് നമ്മൾ സൈൻ ഇൻ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ യൂസർ ID പാസ്വേഡ് അടിക്കണം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളായതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൈൻ ഇൻ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ SRO നമ്പർ @ica.org ആണ് നിങ്ങളുടെ യൂസർ ID വരിക. നിങ്ങളുടെ പാസ്വേഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലായിട്ട് കിട്ടിയിരിക്കുന്നതായിരിക്കും പാസ്വേഡ്. നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തായിരിക്കും പാസ്വേഡ്. ഇനി നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താ പറയുക, നമ്മുടെ പാസ്വേഡ് ഫോർഗോട്ട് പാസ്വേഡ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. സൈൻ ഇൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു പേജ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ ലോഗിൻ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടു ആക്സസ് SSP എന്ന് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ കോഴ്സ് എന്താണെന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ താഴെ സ്റ്റുഡൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. ആ സ്റ്റുഡൻറ്റ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് സൈക്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെയായിരിക്കും ഒരു വിൻഡോ വരിക. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ത്രൂ CPT ഓർ ഫൗണ്ടേഷൻ, അതിൽ രണ്ടെണ്ണം കാണാം. ഇൻ്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ത്രൂ ഫൗണ്ടേഷൻ ഉണ്ടാവും. നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായിട്ടുള്ള കുട്ടികൾ ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റ് എൻട്രി അല്ല നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ത്രൂ ഫൗണ്ടേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരാം. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷൻ ഉള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ അതിൽ ബാക്കി കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് പോവുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് എന്താ പറയുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ +2-ൻ്റെയും 10th-ൻ്റെയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ മീഡിയം ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. ഈ മീഡിയം ഓഫ് സ്റ്റഡി ഒരു കാരണവശാലും നിങ്ങൾ തെറ്റരുത്. അത് ഇംഗ്ലീഷും ഹിന്ദി ഉണ്ടാവും. അത് ഉറപ്പായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കണം. അത് മാറിപ്പോരുത്. ഹിന്ദി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഹിന്ദിയിലായിരിക്കും ചിലപ്പോൾ, അതുപോലെ തന്നെ ബുക്കുകൾ വരെ ഹിന്ദിയിലായിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ജോയിൻ ഫോർ കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ബോത്ത് ഗ്രൂപ്പ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. നിങ്ങൾ ഉറപ്പായിട്ടും ബോത്ത് ഗ്രൂപ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുക. വിത്ത് ആർട്ടിക്കിളും കൂടി കൊടുക്കുക. അതായത് നമ്മളിത് യെസ് തന്നെ കൊടുക്കുക. ഇത് യെസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ 1000 rupees പേ ചെയ്ത് ആർട്ടിക്കിൾസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും യെസ് തന്നെ കൊടുക്കുക. അപ്പോൾ ജോയിൻ ഫോർ കോഴ്സും അതേപോലെ വിത്ത് ആർട്ടിക്കിൾ എന്നുള്ള യെസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൂട്ട് ഓഫ് ജോയിനിങ് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ഇതും പലർക്കും തെറ്റിപ്പോകാറുണ്ട്.
റൂട്ട് ഓഫ് ജോയിനിങ് ഇൻ്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ എന്നുള്ളത് തന്നെ കൊടുക്കുക. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരാം. നിങ്ങൾ മുൻപ് കൊടുത്തതനുസരിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരാം. അങ്ങനെ വരാറാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ടും നിങ്ങളുടെ സൈൻ ഒരു വൈറ്റ് പേപ്പറിൽ ഇട്ടിട്ട് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഫോണിലൂടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുൻപ് കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ ചെയ്തിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഫീസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഇവിടെ നിങ്ങൾക്ക് വരും. അവിടെ കാണിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും അതിൻ്റെ ഫീസ് വരിക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ OTP ജനറേറ്റ് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും OTP വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ച എൻ്റർ ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്ക്രീനിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ മുൻപ് നമ്മൾ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് രീതിയിലേക്ക് പോവുകയും ആ പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് പൊതുവേ രജിസ്ട്രേഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷനൊക്കെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്സായിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഇനി പാസ്സാവാനുള്ള കുട്ടികളും, അതേപോലെ ജനുവരിയിൽ എഴുതിയിട്ട് ഇനി പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാൻ പോകുന്ന കുട്ടികൾ, ഇവരൊന്നും ഇത്രയും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നില്ല. കാരണം നമ്മൾ തന്നെ റിസൾട്ട് എന്താകുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പാസ്സായി എന്നറിയുമ്പോൾ അതൊരു പെട്ടെന്ന് അയ്യോ ഞാൻ പാസ്സായി അല്ലേ, നമുക്ക് ഫെയിലായത് വിശ്വസിക്കാനേക്കാൾ ബുദ്ധിമുട്ടാണ് പാസ്സായി എന്ന് വിശ്വസിക്കാനായിട്ട്. കാരണം നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടില്ല എന്നാണ്. പക്ഷേ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ഇതിലേക്ക് പോവുകയും പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷനിലേക്ക് വരും. സമയം പരമാവധി വേസ്റ്റ് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് രജിസ്ട്രേഷൻ ചെയ്യുക. എന്തായാലും സമയമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല, സമയമുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ ക്ലാസ്സുകളിലും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടും നമ്മൾ വൈകി പോകരുത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ, അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായി എന്നറിയുന്ന ദിവസം, ആ ദിവസം മാത്രം നിങ്ങൾ പാസ്സായാലും ഫെയിലായാലും പാസ്സായവരുടെ സന്തോഷ പ്രകടനവും ഫെയിലായ ആൾക്കാരുടെ ദുഃഖപ്രകടനവും അതല്ലേ ദുഃഖാചരണവും എല്ലാം ഒരു ദിവസം ഉണ്ടാവാൻ പാടുള്ളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിക്കണം. ഇപ്പം ഇന്ന് വൈകിട്ട് റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ആഘോഷ പരിപാടി ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ അവസാനിക്കണം. നിങ്ങൾ ഇതിൽ ഫെയിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ദുഃഖാചരണമൊക്കെ ഉണ്ടാവും. വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു മൂകതൊക്കെ ഉണ്ടാവാം. ആദ്യമായിട്ട് എഴുതിയ എക്സാമൊക്കെ ഫെയിൽ, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഇന്ന് രാത്രി വിട്ട് പോകാൻ പാടില്ല. ഈ ഒരൊറ്റ ദിവസമാണ് നിങ്ങൾക്ക് ദുഃഖിക്കാനും സന്തോഷിക്കാനുള്ള അവകാശം. നാളെ മുതൽ നിങ്ങൾ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങേണ്ട ആൾക്കാരാണ്. ഫെയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുൻപ് എക്സാം എഴുതിയതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്താണോ മുൻപ് ഫൗണ്ടേഷൻ പഠിച്ചിരുന്നത് അതിൻ്റെ ഇരട്ടി സമയം ഇരുന്ന് പഠിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ രണ്ട് കൂട്ടരും വലിയൊരു ബാധ്യതയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി വിട്ടുപോകേണ്ടതില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. എൻ്റെ അറിവിലുള്ള കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ, നിങ്ങൾ ഈ ഫൗണ്ടേഷൻ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.